എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് വരെയുണ്ടോ ഞാൻ ആ പ്രാർത്ഥന, പ്രത്യക്ഷകൻ്റെ പ്രാർത്ഥന ഞാൻ ചൊല്ലുമെന്ന് ഞാൻ മാതാവിന് ഞാൻ ഇവിടെ ആണയിട്ടാണ് പറഞ്ഞിട്ട് പോയത്. അത് ഇന്നും ഞാനങ്ങനെ തുടരുകയാണ്. പിന്നെ അവർ മാർക്ക് വന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കുണ്ട്, എങ്കിലും അവർ ഉദ്ദേശിച്ച ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനുണ്ട് അമ്മേ, ഞങ്ങളെ ഒന്ന് വിടാവോ എന്ന് ചോദിച്ചു. അപ്പം കാശ് ഒത്തിരി ഉണ്ടായി, കോച്ചിങ്ങിനൊക്കെ നല്ല കാശാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ പല രീതിയിൽ നിന്ന് നമുക്ക് കാശ് കിട്ടി. നമുക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പം പിള്ളേരോട് പറഞ്ഞു എന്നാൽ ഇനി നിങ്ങൾ പൊക്കോ. അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈനിൽ പോയി പഠിച്ചോളാം, ഞങ്ങൾക്കിപ്പോൾ അവിടെ എല്ലാം ഏകദേശം മനസ്സിലായല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചു. ഇതിനിടെ ഈ പുതുക്കാൻ വന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പിള്ളേരും വന്നു പ്രാർത്ഥിച്ചു, എല്ലാവരും വന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ അയൽവക്കത്തും അങ്ങനെ ഒത്തിരി ആൾക്കാരോട് ഞാൻ പറയുകയുണ്ടായി. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മക്കളോട് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഈ വർഷം പരീക്ഷ എഴുതിയതിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഭയങ്കര പാടായ പരീക്ഷയായിരുന്നു. പക്ഷേ എങ്കിലും പിള്ളേരോട് ഞാൻ പറഞ്ഞു മാതാവ് നമ്മളെ രക്ഷപ്പെടുത്തും, മാതാവിനെ മുറുക്ക് പിടിച്ചോളാൻ പറഞ്ഞു. അവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈ യൂട്യൂബിൽ അച്ഛൻ്റെ അനുഗ്രഹീത പ്രാർത്ഥനയുണ്ട്, അവരത് ചൊല്ലുമായിരുന്നു. അങ്ങനെ അത് ഇന്നും തുടർന്നു പോകുന്നു. ഫലം വന്നപ്പോൾ കുഴപ്പമില്ല, എങ്കിലും അവർക്കും ആകെ വിഷമമായി. കാരണം ഇത്രയും ലക്ഷം രൂപയും മുടക്കി 2 വർഷം അത് കളഞ്ഞിട്ടാണ് അവർ. കാരണം ഫുൾ A+ മേടിച്ച് ഇന്ന് വരെ വന്ന പിള്ളേർ ഇത്ര ഇത് വന്ന് കിട്ടിയില്ല എന്നുള്ളൊരു ഇത്. അതുപോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും ചോദിക്കുക ഇത് എന്താ കിട്ടിയോ എന്ന്. അങ്ങനെയുള്ള ഒരിതും എല്ലാം കൂടെ ആയപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. പക്ഷേ എന്തായാലും റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കും വന്നു. നീറ്റ് പരീക്ഷയ്ക്ക് അവർക്ക് അലോട്ട്മെൻറ്റ് വെച്ചപ്പോൾ ട്രയലിൽ തന്നെ അവർക്ക് കിട്ടി. അത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ മക്കൾ ഇവർ പിരിഞ്ഞങ്ങനെ ഇരിക്കാറില്ല, കാണാതെയൊന്നും ഇരിക്കാറില്ലാത്ത പിള്ളേരാണ്. എങ്കിലും മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ ഒരേ രീതി ഒരുമിച്ചൊന്ന് ഒരു കോളേജിൽ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ആദ്യത്തെ ട്രയലിൽ വന്നപ്പം അവർക്ക് 2 സ്ഥലത്ത് വന്നു. എന്നാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. മാതാവിന് ഇഷ്ടം അങ്ങനെ ആയിരിക്കാം, അവരിച്ചിരി പിരിഞ്ഞൊക്കെ ഒന്ന് ജീവിക്കാനായിരിക്കും മാതാവിൻ്റെ ആഗ്രഹമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ അലോട്ട്മെൻറ്റ് അത് റദ്ദാക്കപ്പെട്ടു. അപ്പോഴത്തേനും ഒരു കൊച്ചു പറഞ്ഞു അമ്മ എന്നാൽ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ എനിക്ക് തോന്നുമോ മനസ്സിൽ, ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മാതാവ് അങ്ങനെ തോന്നിക്കുന്നതായിരിക്കും, നിങ്ങളെന്നാൽ പോയി ഒന്ന് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവർക്ക് കോഴിക്കോട് കിട്ടി. ഒരാൾക്ക് MBBS കിട്ടി, ഒരാൾക്ക് BDS കിട്ടി. 22-ാം തീയതി അവർ ക്ലാസ് ആരംഭിക്കും. അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും അമ്മയ്ക്കും തിരുക്കുമാരും എനിക്ക് നന്ദി. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി പറയാൻ ഒത്തിരി സമയമില്ല, അതുകൊണ്ടാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ എന്നെ